പാട്ട് പാടുന്ന കഴിവ് നമുക്കൊരു 3 വയസ്സ് മുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ അതെ അതെ. ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്നത് കുട്ടികൾ പാട്ട് കേൾക്കുമ്പോൾ കരച്ചിൽ നിർത്തുന്നുണ്ടോയെന്നാണ്. എന്താണ് ഡെമോക്രസി, എന്താണ് ഭരണഘടന, ഇതൊക്കെ ആളുകൾക്ക് ചെറുപ്പം മുതലേ അറിയണം. ഒന്ന് പാഠത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അതിൻ്റെ പ്രാക്ടിക്കൽ നോളജ് കൂടി ഉണ്ടാകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിലേക്ക് ഇൻട്രസ്റ്റഡ് ആവും. പക്ഷേ അതിനെ വല്ലാത്ത രൂപത്തിലേക്ക് കുട്ടികൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുകയും വൈരാഗ്യം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് മാറി പലപ്പോഴും. പക്ഷേ ആരോഗ്യകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണെങ്കിൽ കുട്ടിയെ ഇലക്ഷൻ എന്താ കുട്ടികൾ പഠിക്കണം നിർബന്ധം. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, പിന്നെ ഞാനൊരു അരാഷ്ട്രീയവാദിയാണ് എന്ന് പറയുന്നതൊരു നല്ല സംഭവമായിട്ട് ഞാൻ തോന്നിയില്ല. കാരണം അവനിതൊന്നും അറിയണ്ട. നാട്ടിലെന്ത് നടന്നോട്ടെ, നാട്ടിലെന്ത് കാര്യം നടന്നാലും, എന്ത് അനീതി നടന്നാലും, എന്ത് അസമത്വം നടന്നാലും മൈൻഡ് ചെയ്യില്ല. ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. മധു കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ എല്ലാ ഭാഷകളിലും പാടി. മാത്രമല്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ സ്റ്റേറ്റ് അവാർഡ്, തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റേറ്റ് അവാർഡ് ഒക്കെ നേടിയ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ഗായകനാണ്. എങ്ങനെ വാസ്തവത്തിൽ ഈ പാട്ടിൻ്റെ രംഗത്തേക്ക് കടന്നു വന്നത്? പാട്ട് പാടും എന്ന് തിരിച്ചറിഞ്ഞത് ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. 2ാം ക്ലാസ് പഠിക്കുമ്പോൾ. അതെ. എൻ്റെ ഒരുപക്ഷേ ഞാൻ പാടുന്നുള്ള കാര്യം ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും അറിയാമായിരുന്നിരിക്കും, പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ സിസ്റ്റർ ബസാലിയ, ഞാൻ ലിറ്റിൽ ഫ്ലവർ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്, നഴ്സറി മുതൽ 4ാം ക്ലാസ് വരെ. അപ്പോൾ ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ സിസ്റ്റർ ബസാലിയ ഒരു പാട്ട് പ്ലേ ചെയ്തു ക്ലാസ്സിൽ. എന്നിട്ട് എന്നോട് മാത്രമല്ല എല്ലാ കുട്ടികളോടും താളം പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും താളം പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനും എൻ്റെ തൊട്ടടുത്തുള്ള ഷാജൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കറക്റ്റ് താളം, ആ പാട്ടിനനുസരിച്ചുള്ള താളം ഇടുന്നുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ അത് 1 2 ഇതായിരുന്നു, ഈ താളമായിരുന്നു. പാട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇതായിരുന്നു താളം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ വന്ന് എല്ലാവരെയും ഇങ്ങനെ ചെക്ക് ചെയ്ത് എൻ്റെ അടുത്ത് വന്നപ്പോൾ നമ്മൾ രണ്ടുപേരും കറക്റ്റായിട്ട് താളം ഇടുന്നുണ്ട്. വേറെ കുട്ടികളുണ്ടായിരുന്നിരിക്കാം, പക്ഷേ ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കറക്റ്റായിട്ട് താളം ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ഞാനൊരു പാട്ട് പാടാം, അത് പാടാൻ പറ്റുമോ നോക്കാൻ പറഞ്ഞു. സിസ്റ്റർ ഇങ്ങനെ ഒരു മൂളിപ്പാട്ട് പാടി, ഞാനത് ഏറ്റുപാടി. അപ്പോൾ സിസ്റ്റർക്ക് മനസ്സിലായി എനിക്ക് പാടാനുള്ള കഴിവുണ്ടെന്ന്. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും സ്കൂളിലേക്ക് വിളിപ്പിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു, ഇവനെ പാട്ടിൻ്റെ ഇതിലേക്കൊന്ന് പ്രോത്സാഹിപ്പിക്കണം, നന്നായിട്ട് പാടുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ടായിരുന്നു, ഒരു ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ. അപ്പോൾ എന്നെ എൻ്റെ അമ്മയും എൻ്റെ അയൽവക്കത്ത് ഉള്ളൊരു സജി ചേട്ടൻ എൻ്റെക്കാളും 2 വയസ്സ് മൂത്തതാണ്, 2 ക്ലാസ് സീനിയർ. ആ ചേട്ടനും പാടും. ഇവർ രണ്ടുപേരും കൂടി എന്നെ ശരദിന്ദു മലർദീപ നാളം നീട്ടി ആ പാട്ട് എന്നെ പഠിപ്പിച്ചു. എന്നിട്ട് മത്സരത്തിൻ്റെ ദിവസം എത്തി. ഞാൻ സ്കൂളിൽ ഏത് ക്ലാസ്സിലെത്തുമ്പോൾ? 2ാം ക്ലാസ്സിൽ. ഇപ്പോൾ മത്സരം നടക്കുകയാണ്. അപ്പോൾ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 7 വയസ്സ് അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ പാടാൻ വിളിച്ചു. ഭയങ്കര പേടിയായിരുന്നു. ഞാൻ സംഗീതത്തിൽ അമ്മയ്ക്കും അച്ഛനും പാടാനുള്ള കഴിവുണ്ടായിരുന്നു, പക്ഷെ ആരും എൻ്റെ ഫാമിലിയിലാരും പ്രൊഫഷണലായിട്ട് സിംഗേഴ്സ് ആരുമില്ല. അപ്പോൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് എന്നെ പാടാൻ വിളിച്ചു. ഞാൻ പോകാനായിട്ട് വളരെയധികം മടിച്ചു നിന്നു. എന്നിട്ട് അവസാനം വലിച്ചാണ് സ്റ്റേജിലേക്ക് കയറ്റിയത്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 4 ലൈൻ പാടി, ശരദിന്ദു മലർദീപ നാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ പടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു. ഏകദേശം ഇത്ര വരെ പാടിയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും എനിക്ക് പേടിയായി. എല്ലാവരും ഇങ്ങനെ തുറച്ച് നോക്കണ, ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയതല്ല, എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കണ കണ്ടിട്ട് ഒരു പേടി അങ്ങനെ ഞാനത് പരിഭ്രമിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതാണ് ആദ്യത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് സ്റ്റേജിൽ കയറുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കും ബോധ്യമായി ഞാനൊരു പാട്ടുകാരനാണെന്ന്, പാട്ട് പാടാൻ പറ്റുമെന്നുള്ള ചിന്തയായി. ഭയങ്കര പ്രോത്സാഹനം കിട്ടി. എല്ലാവരും പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. എന്നെ സിസ്റ്റർമാരൊക്കെ അവരുടെ ഓരോരോ ക്ലാസ്സുകൾ റൂമിൽ കൊണ്ടുപോയി പാടിപ്പിക്കാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം ഞാൻ ഒരു മുഴുവനായിട്ടൊരു പാട്ട് പാടുന്നതാണ്. നീ നിറയൂ ജീവനിൽ
പുളകമായി ആ പാട്ടില്ലേ, അതാണ് ഞാൻ ഫുൾ സോങ് പാടുന്നത്. അത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ. പിന്നെ 5ാം ക്ലാസ് മുതൽ മത്സരങ്ങൾക്ക് പോയി പ്രൈസ് വാങ്ങിച്ചു തുടങ്ങി. 5ാം ക്ലാസ് മുതൽ. അപ്പോൾ അത് സംഗീതം പഠിക്കുന്ന പിന്നെ എങ്ങനെ എനിക്ക് 14 ഗുരുക്കന്മാരുണ്ട് ഏകദേശം. അതിൽ ഏറ്റവും ആദ്യം എന്നെ പാട്ട് പഠിപ്പിച്ചത് ശ്രീദേവി എന്ന് പറഞ്ഞ ടീച്ചറാണ്. ടീച്ചർ കുറച്ച് നാൾ ഒരു 1.5 കൊല്ലത്തോളം എന്നെ പാട്ട് പഠിപ്പിച്ചു. പിന്നെ ടീച്ചർക്ക് ജോലി കിട്ടി, അവിടെ നിന്ന് പോകേണ്ടി വന്നു. പിന്നെ അതിനുശേഷം സരസ്വതി അമ്മാൾ ടീച്ചർ, സുരേഷ് മാഷ്, ബോസ് മാഷ്, അങ്ങനെ ഒരു നീണ്ട നിരയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഗുരുക്കന്മാർ ചന്ദ്രമന നാരായണ നമ്പൂതിരി സാറ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പോഴും സമയം കിട്ടുമ്പോൾ പഠിക്കുന്നുണ്ട്. ഞാൻ മധു ചോദിക്കുന്നത്, ഇപ്പോഴത്തെ ഈ മക്കളുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരൊക്കെ ഉള്ള കുറേ കുട്ടികൾ, പാടാൻ കഴിവുള്ള മക്കളുണ്ട്. അവരൊക്കെ ഇതേപോലെ നമുക്ക് പരിപോഷിപ്പിക്കാൻ, നമുക്ക് രംഗത്ത് കൊണ്ടുവരാൻ, അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കാൻ, ചെറുതായിട്ട് പാടാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്താനായിട്ട് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്നുള്ളത്, അതിൽ മധുവിന് എന്താ സജസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല പരിപാടി എന്നുള്ളത്, പല ഇപ്പോൾ ഈ ഷൗക്കത്തേക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ക്ലബ്ബുകൾ അല്ലെങ്കിൽ പരിചയമുള്ള സംഘടനകൾ, അവിടെയൊക്കെ മ്യൂസിക്കൽ കോമ്പറ്റീഷൻസോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ പങ്കെടുപ്പിക്കാനായിട്ട് മാക്സിമം കുട്ടികളുടെ അടുത്ത് പങ്കെടുക്കാനായിട്ടുള്ളൊരു സംഭവം, ഒരു എന്താ പറയുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം. അപ്പോൾ അങ്ങനെ മത്സരിക്കാനായിട്ട് കുറേ പേർ കുട്ടികൾക്ക് ധൈര്യം ഉണ്ടാവില്ല മത്സരിക്കാൻ. കുറേ പേരൊക്കെ ഒതുങ്ങി നിൽക്കും. അവർ ചിലപ്പോൾ ഈ സ്റ്റേജിൽ മുന്നോട്ട് വന്ന ആളുകളെക്കാളും കൂടുതൽ കഴിവുള്ള ആൾക്കാരുണ്ടാവും. അത് പിന്നെ വീട്ടിൽ നിന്നുള്ള ഒരു എന്താ പറയുക, പ്രോത്സാഹനവും പ്രചോദനം അവർ കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം പോലെ ഇരിക്കും കുട്ടികൾ. ആദ്യം പാടാൻ കഴിവുള്ളവരെ കണ്ടെത്താനായിട്ട് ഇതുപോലെ അത് ഏതൊരു ഏജിലായിരിക്കും ശരിക്കും നല്ലത്? പാട്ട് പാടുന്ന കഴിവ് നമുക്കൊരു 3 വയസ്സ് മുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ അതെ അതെ, പാടാൻ കഴിവുണ്ട്. ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്നത് കുട്ടികൾ പാട്ട് കേൾക്കുമ്പോൾ കരച്ചിൽ നിർത്തുന്നുണ്ടോയെന്നാണ്. ആ കുട്ടികൾ പിന്നെ പാട്ട് കേൾക്കാൻ വേണ്ടി വാശി പിടിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ പാടാനും ചാൻസ് ഉണ്ട്. അവർ പിന്നീട് പാട്ട് കേൾക്കുമ്പോൾ താളം പിടിക്കുക, പിന്നെ പാട്ട് പാടുമ്പോൾ അവർ പാടാൻ ശ്രമിക്കുക. ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 4 വയസ്സാകുമ്പോൾ ഒരു കുട്ടിക്ക് പാടാൻ കഴിയുമെന്ന് പിന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ റിയാലിറ്റി ഷോയിൽ തന്നെ വളരെ ഞാൻ ജഡ്ജ് ചെയ്യുന്നത് വളരെ ചെറിയ കുട്ടികളുടെ പ്രോഗ്രാമാണ്. ചെറിയ കുട്ടികളുണ്ട്, മുതിർന്ന ഒരു 14-15 വയസ്സ് വരെയുള്ള കുട്ടികൾ വരെ ഉണ്ട്. അപ്പോൾ അതിൽ ലിറ്റിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ. അപ്പോൾ അതിൽ വളരെ എത്ര പ്രായം? 5 വയസ്സ് 4 വയസ്സ് ഒക്കെ ഉള്ള കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ നിലമ്പൂർ ഒരു സംഭവമുണ്ട്. നിലമ്പൂർ ഈ 2019 പ്രളയത്തിൽ വീടൊക്കെ തകർന്നു പോയി 7 വർഷമായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റിൽ കഴിയുന്ന കുറേ കാട്ടിൽ താമസിക്കുന്ന ആദിവാസികൾ. അതിലൊരു കുട്ടി രോഹിണി എന്ന് പറയുന്ന കുട്ടി, നന്നായിട്ട് പാടുന്ന കുട്ടി. ആ കുട്ടി അതിനകത്ത് വന്നു. അവസാനത്തെ ഒരു 5 റാങ്കിൽ വന്നു. ആണല്ലേ? 5 റാങ്കിൽ വന്നു. അപ്പോൾ അതെങ്ങനെയോ കുട്ടിക്ക് കിട്ടിപ്പോയതാണ്. പക്ഷെ അങ്ങനെ പാടാൻ കഴിയുന്ന കുറേ കാട്ടിൽ ആദിവാസികൾ, ഗോത്ര സമൂഹത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അവർക്കൊക്കെ എങ്ങനെ നമ്മളൊരു അവർക്കൊക്കെ ഇത് പൊതുപരിപാടികൾ വയ്ക്കുമ്പോൾ അവർക്കൊരു സെപ്പറേറ്റ് സെക്ഷൻ വയ്ക്കുക, പാട്ടിന് വേണ്ടിയിട്ട്, സംഗീതത്തിന് അല്ലെങ്കിൽ കലയ്ക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ വെച്ചിട്ട് അവരെയൊക്കെ പങ്കെടുപ്പിക്കാനുള്ളൊരു പ്രചോദനം കൊടുക്കുക. അവർക്ക് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാംസ്, മത്സരങ്ങളോ അല്ലെങ്കിൽ മത്സരങ്ങൾ തന്നെ വേണമെന്നില്ല, അവർക്ക് കല അവതരിപ്പിക്കാനുള്ളൊരു സ്പെഷ്യൽ ഒരു സമയം കൊടുക്കുക. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ക്ലാസ് സാഹിത്യ സമാജങ്ങൾ ഒന്നുകിൽ നമ്മളെ പാടിപ്പിക്കും, അതെ അതെ അതെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസംഗിപ്പിക്കും. അതെ, എല്ലാ വെള്ളിയാഴ്ചയാണ്. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നത് അച്ചടക്കത്തെക്കുറിച്ചുള്ള പ്രസംഗമാണ് ഞാനൊക്കെ ആദ്യം പ്രസംഗിച്ചത്. അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പറയും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. ക്ലാസ് സാഹിത്യ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത്. അങ്ങനെയുള്ളൊരു ഇത് വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഈ പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായാൽ നല്ലതായിരിക്കും. മധു പാട്ടുത്സവത്തിന് വന്നല്ലോ. പാട്ടുത്സവം വന്നിട്ട് എന്താ തോന്നിയത് പാട്ടുത്സവത്തെക്കുറിച്ച്? പാട്ടുത്സവം എന്നുള്ള സംഭവം അത് എനിക്ക് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിൽ നിലമ്പൂരാണ് ഇത് പാട്ടുത്സവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതും അതിനെപ്പറ്റി, അതിൽ അങ്ങനൊരു സംഭവത്തിൽ പാടുന്നതും പാട്ടുത്സവം. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. നല്ല ഓഡിയൻസാണ് അവിടെ, വളരെയധികം കല ആസ്വദിക്കുന്ന ഓഡിയൻസാണ്. അതുമാത്രമല്ല, ഇങ്ങനെ കടൽ പോലെ
കിടക്കുകയാണ് ആളുകൾ, ഓഡിയൻസ്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഓരോ പാട്ട് പാടുമ്പോഴും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന, സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളെ പാട്ടുത്സവത്തെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഒരു അതിൻ്റെ പിന്നെ അതിൻ്റെ മേഖലയെ ഒന്നും കൂടി വിപുലപ്പെടുത്തണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്താ മധുവിനതിൽ എന്താ സജഷനിൽ? മധു പാട്ടുത്സവത്തിൽ വന്നതാണല്ലോ. അല്ല, പാട്ടുത്സവം തുടങ്ങിയിട്ട് ഇപ്പോൾ 20 വർഷമായില്ലേ? 20 വർഷമായി. അപ്പോൾ അതിൽ നിരവധി പേരുകേട്ട കലാകാരന്മാരും വളർന്നു വരുന്ന കലാകാരന്മാരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അതിൽ എനിക്കും പാടാനുള്ള ഭാഗ്യമുണ്ടായി. ഇങ്ങനൊരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള കലയെ പ്രോത്സാഹിപ്പിക്കാനും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനും വളരെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ നിലമ്പൂർ പാട്ടുത്സവം. അപ്പോൾ അത് ഇങ്ങനെ സംഘടിപ്പിക്കുന്ന ഷൗക്കത്തയ്ക്കല്ല, അച്ഛന് ആരാ ആദ്യം തുടങ്ങിയത്? ഞാൻ തന്നെ തുടങ്ങി. ഷൗക്കത്തയ്ക്കാണ് തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്താണ് തുടങ്ങിയത് പാട്ടുത്സവം. അപ്പോൾ അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ പ്രത്യേകം അതിനെ അഭിനന്ദിക്കുകയാണ്. അത് ഇങ്ങനെ തുടങ്ങണം എന്ന ആഗ്രഹം വരാനുള്ള കാരണം എന്താ? അല്ല, ഇത് വാസ്തവത്തിൽ അവിടെ ഒരു പരമ്പരാഗത ഉത്സവമുണ്ട്. ഓക്കെ. നിലമ്പൂർ കോവിലകത്ത് വേട്ടക്കരി മകൻ ക്ഷേത്രം, അതറിയാം. അവിടെയുള്ള പരമ്പരാഗതമായ ഉത്സവമുണ്ട്. അത് നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ഐതിഹ്യപരമായിട്ടുള്ള ഒരു ഉത്സവം. അപ്പോൾ അതിന് കുറേ ആളുകൾ വരാറുണ്ട്. ഈ പിന്നെ അവിടെ ശരിക്കും കളംപാട്ടുത്സവമാണ്. കളംപാട്ടുത്സവം. ഓക്കെ. പിന്നെ പാട്ടടിയന്തരം എന്നാ പറയാം. പാട്ടടിയന്തരം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. ഈ പിന്നെ എന്താ പറയുക, വഴിയോര വാണിഭക്കാരുടെ കച്ചവടങ്ങൾ, ഈ ഹലുവ സ്റ്റാള്, പൊരിക്കച്ചവടം, ഇതൊക്കെയാണ് അവിടുത്തെ. ഞാനൊക്കെ കുട്ടിയാകുമ്പോൾ കാണുന്നത്. ഭയങ്കര തിരക്കായിരിക്കും അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ദിവസം. അപ്പോൾ അങ്ങനെ ഏതായാലും ജനങ്ങൾ നിലമ്പൂരേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് പാട്ടുമായി ബന്ധപ്പെടുത്തി എങ്ങനെ ഇതിനൊരു ടൂറിസം ഫെസ്റ്റിവൽ ആക്കാം എന്ന് നമ്മൾ ആലോചിച്ചു. അങ്ങനെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ്. ഇത് മാത്രമല്ല, ജാതി മത ഭേദമന്യേ എല്ലാവരും കൂടി പങ്കെടുപ്പിക്കുന്ന, എല്ലാവർക്കും ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ 20 വർഷം മുൻപ് ഈ പാട്ടുത്സവം തുടങ്ങുന്ന സമയത്ത് ആരൊക്കെയാണോ അതിൻ്റെ സംഘാടകർ അവർ തന്നെയാണ് ഇപ്പോഴും, ആരൊക്കെയാണോ സ്പോൺസർ ചെയ്യുന്നത് അവർ തന്നെയാണ് ഇപ്പോഴും സ്പോൺസർ ചെയ്യുന്നത്. എല്ലാം നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, സൗണ്ട് ആരാണോ സൗണ്ട് ചെയ്യുന്നത് അവർ തന്നെ ഇപ്പോഴും സൗണ്ട് ചെയ്യുന്നു. ആരാണോ സ്റ്റേജ് ചെയ്യുന്നത് അവർ തന്നെ ഇപ്പോഴും സ്റ്റേജ് ചെയ്യുന്നു. ഓക്കെ. അതുകൊണ്ട് ഈ ഞങ്ങൾക്കിപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക, അത് സംഘടിപ്പിക്കാൻ ഒരു വലിയൊരു ഇവന്റ് സംഘടിപ്പിക്കുന്ന പോലെ ഒരു ടെൻഷനും അതിൻ്റെ സ്വാഭാവികമായിട്ടൊരു രീതിയായി. അതെങ്ങനെ രീതിയായി എന്ത് തോന്നി പാട്ടുത്സവത്തിൽ പാടിയപ്പം മധുവിന്? എനിക്ക് നല്ലൊരു എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ ജനങ്ങളുടെ ആസ്വാദനം. നമ്മളിപ്പോൾ സാധാരണ ഇന്ത്യക്ക് പുറത്തുപോയി, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലാണ് അതുപോലുള്ള ഓഡിയൻസിന് ഇത്ര ആസ്വദിക്കുന്ന, അതുപോലെ ഇത്ര ആസ്വാദനത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയാം, അത് കൂടുതലുള്ള ജനങ്ങൾ. സൗത്ത് ഇന്ത്യയിൽ ഒരുവിധം സിംഗേഴ്സൊക്കെ വന്ന് പാടി. ദാസേട്ടൻ എത്തിയില്ല. ദാസേട്ടൻ വന്നിട്ടില്ല. ബാക്കി എല്ലാവരും. അത് ശരി. ബാക്കി എല്ലാവരും, ചിത്ര ചേച്ചി വന്നു, ജയേട്ടൻ വന്നു. ഓക്കെ. ഓക്കെ. എല്ലാവരും, MG ശ്രീകുമാർ വന്നു. അത് ശരി. മുഴുവൻ ആളുകളും. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഗൾഫിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഉള്ള ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ഈ നമ്മൾ വിദേശികളല്ല, ഈ നമ്മൾ പ്രവാസികൾക്ക് ഈ നൊസ്റ്റാൾജിയ കൂടുതലായിരിക്കും. അവർക്ക് ഗൃഹാതുരത്വം വളരെ കൂടുതലുള്ള ആൾക്കാരായിരിക്കും. നാടിനെ പറ്റി മിസ് ചെയ്യുന്നുണ്ടാവും, നാട്ടിലുള്ളവരെ പറ്റി മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ അവർക്കത് കൂടുതൽ ഫീൽ ചെയ്യും, ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ. അപ്പോൾ അത്രയും ഒരു ഇൻറ്റൻസിറ്റി കൂടിയിട്ടുള്ള ആസ്വാദനം ഞാൻ അവിടെയാണ് കൂടുതലും ഗൾഫിലാണ് കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ആണ് എനിക്ക് ഈ നമ്മുടെ നിലമ്പൂർ പാട്ടുത്സവത്തിനുള്ള ഓഡിയൻസിൻ്റെ അടുത്തു നിന്നും. ഞാനതിനെ ഒന്നുകൂടി ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലും ഒരു പിന്നെ അതേപോലെ തന്നെ ഒരു അമച്വർ, ഇപ്പം നാടകോത്സവം ഉണ്ട് അതിൻ്റെ കൂടെ നടക്കുന്നത്. ഇപ്പം പ്രൊഫഷണൽ നാടകോത്സവം നടക്കുന്നത്, ഒരു അമച്വർ നാടക ഫെസ്റ്റിവൽ, ഇതെല്ലാം ചേർത്തുകൊണ്ട് ഒരു 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വിപുലമായ പരിപാടി. അത് പാട്ടുത്സവത്തിനേക്കാളും മറ്റുള്ള കലകൾ അവതരിപ്പിക്കാൻ രീതിയിലാക്കിയാൽ നല്ലതായിരിക്കും. അതെ, എല്ലാവർക്കും കൂടി ഒരു ഇതായിരിക്കുമല്ലോ. പല നൃത്തം, ഡ്രാമ, പിന്നെ മൺമറഞ്ഞു പോകുന്ന പല കലകളും ഉണ്ടല്ലോ നമ്മുടെ അവിടെ, അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന. ഇപ്പോൾ പല കലകളും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ തനതായിട്ടുള്ള കലകൾ, എസ്പെഷ്യലി ക്ഷേത്ര കലകൾ. തീർച്ചയായിട്ടും. അതെ. മധുവിന് എന്ത് തോന്നി ഈ ഒരു ഇപ്പോഴത്തെ ഈ എന്താ പറയുക റാപ്പ് മ്യൂസിക്കിൻ്റെ കാലമാണല്ലോ വാസ്തവത്തിൽ?
അത് ഇപ്പോഴത്തെ ട്രെൻഡ്. ഓരോ കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടാവും. ഇതിനു മുമ്പും അതുപോലെ പണ്ടും ഈ ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇടയ്ക്ക് അടിപൊളി പാട്ടുകളുടെ സമയം അങ്ങനെ മലയാള സിനിമകളിൽ പോലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ വീണ്ടും ക്ലാസിക്കൽ സോങ്സ്, മെലഡീസ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നത്തെ കാലത്ത് ഉള്ളൊരു ട്രെൻഡ്. കുട്ടികൾ ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ് ഈ റാപ്പ് മ്യൂസിക്, ഹിപ്പ് ഹോപ്പ്. അതെ, ഇപ്പം എൻ്റെ മക്കളും മൂത്ത മോനും ആ ഒരു പാതയിലാണ്. ആണല്ലേ? അതെ, അവനും പാടുന്നുണ്ട്. അതെ, അവൻ പഠിച്ചത് ഡിജിറ്റൽ മ്യൂസിക് പ്രൊഡക്ഷനാണ് UK. കൺസേർട്ടൊക്കെ നടത്താൻ കൺസേർട്ട് വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ ബാൻഡിൻ്റെ പ്രോഗ്രാമിന് ഞാൻ അവനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പാട്ടാരെ എഴുതുന്നത് അവൻ തന്നെ. ആണോ? ഒരു ബാലചന്ദ്ര മേനോൻ പോലെ എന്ന് പറയാം. അവൻ തന്നെ എഴുതി, അവൻ തന്നെ മ്യൂസിക്, ഓർക്കസ്ട്ര അവൻ തന്നെ. അതെ അതെ. ശരി. ഇപ്പോൾ കുറച്ച് പ്രൊജക്ട്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിഷ്വല് ചെയ്തിട്ടില്ല, അതിൻ്റെ വിഷ്വൽ ഇറങ്ങിയിട്ടില്ല, ഓഡിയോ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അതെ, വീഡിയോ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കണം. ഓരോരോ പുതിയ പാട്ടുകൾ. ഭാര്യയും പാട്ട് എഴുതുമല്ലോ നന്നായിട്ട്. ദിവ്യം അത്യാവശ്യം പാട്ട് എഴുതും. ദിവ്യ മാത്രമല്ല, ദിവ്യയുടെ ബ്രദർ ശ്രീയും എഴുതും. പിന്നെ ശ്രീശാന്തുമായിട്ട് പിന്നെ ബ്രദറിലോണല്ലോ അല്ലേ? ദിവ്യയുടെ ബ്രദറാണ്. അതെ. അദ്ദേഹം ക്രിക്കറ്റ് രംഗത്ത് പിന്നെ ക്രിക്കറ്റ് മാത്രമല്ല, ശ്രീക്ക് പല കഴിവുകളുണ്ട്. എഴുതാൻ നന്നായിട്ട് എഴുതും. നന്നായിട്ട് എഴുതും. അത് ഈ മലയാളമല്ല, ഹിന്ദി, ഇംഗ്ലീഷ് അതൊക്കെയാണ് കൂടുതൽ എഴുതുക. മലയാളത്തിൽ ഇങ്ങനെ പറയും, അങ്ങനെ അത്ര പരിചയമില്ല. എഴുതാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല. പൊളിറ്റിക്സിൽ ഇടയ്ക്ക് പോയിട്ട് പിന്നെ ഇപ്പോൾ സജീവമല്ല. പൊളിറ്റിക്സിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോയതല്ല, അതൊക്കെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ ചെയ്ത കാര്യങ്ങളാണ്. അതെ. പിന്നെ നന്നായിട്ട് ഡാൻസ് ചെയ്യും ശ്രീ, നന്നായിട്ട് വരയ്ക്കും. പല കഴിവുകളുണ്ട്. അത് ശരി. അതെ. നമുക്ക് ഈ സ്പോർട്സ് രംഗത്തും എനിക്ക് നിലമ്പൂർ നമ്മുടെ കുറേ മക്കൾ, ഇപ്പം ഞാൻ ഈ ഒരു ആദിവാസി ട്രൈബൽ ഫുട്ബോൾ നടത്തും. അപ്പോൾ ഈ കാട്ടിലൊക്കെ ഉള്ള മക്കൾ എന്ത് നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നവർ ആണല്ലേ? വളരെ നന്നായിട്ട്. അവർക്ക് നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട്. അവരെയൊക്കെ പരിപോഷിപ്പിച്ച് അവരൊക്കെ കൊണ്ടുവരണം എന്നുള്ളൊരു വലിയ പിന്നെ മോഹം. ഈ പാട്ടോത്സവം പോലെ തന്നെ അങ്ങനെ ഒരു സംഭവം കൂടി തുടങ്ങിക്കൂടെ? യെസ്, അത് നല്ലൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ ഫുട്ബോൾ മാത്രമല്ല, എല്ലാ അത്ലറ്റിക് എല്ലാ. ഇപ്പം ഞങ്ങളൊരു വലിയ ഇപ്പം 2 ദിവസം കൊണ്ട് തന്നെ വലിയൊരു പിന്നെ ട്രൈബൽ ഫുട്ബോൾ. അപ്പോൾ ട്രൈബൽ ഫുട്ബോൾ ഞാൻ വിചാരിച്ചു അത്ര അധികം ടീം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ നോക്കുമ്പോൾ 42 പേരാണ് ടീം തന്നിരിക്കുന്നത്. അത് ശരി. ഈ സാധാരണ രാഷ്ട്രീയക്കാർക്ക് ഈ കലയോടും സംഗീതത്തോടും അത്ര അടുപ്പമുണ്ടാവില്ല. അവരവരുടേതായിട്ടുള്ള തിരക്കുകളിലും കാര്യങ്ങളിലൊക്കെ വ്യാപരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ എങ്ങനെ ഈ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ആയി വന്നു എന്നുള്ള കാര്യം? അല്ല, അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ ജനിച്ചത് രാഷ്ട്രീയത്തിലാണല്ലോ. ഈ ഖദർ കുപ്പായത്തിൻ്റെ അകത്തും എന്ന് പറഞ്ഞ് കാക്കി കുപ്പായത്തിൻ്റെ അകത്തും ഒരു കലാകാരനുണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പം ഖദർ അല്ലെങ്കിലും ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ വായിക്കും. വായന എനിക്കൊരു ശീലമാണ്. അത് ഫാദർ എന്നിൽ ഉണ്ടാക്കിയെടുത്തൊരു ശീലമാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പതുക്കെ അങ്ങനെ ചെറുകഥകളൊക്കെ എഴുതും. അത് ശരി. അങ്ങനെയാണ് ഞാൻ എഴുതിയൊരു കഥ TV ചന്ദ്രൻ വായിച്ചു. അങ്ങനെയാണ് ഞങ്ങളൊരു ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് ആദ്യത്തെ ഒരു സിനിമ എടുക്കാനൊക്കെ ഉള്ളൊരു തുടങ്ങിയത്. പാടവന്നൊരു വിലാപത്തിലേക്ക്. ഓക്കെ. പിന്നെ രാഷ്ട്രീയമെന്ന് പറയുന്നത് നമ്മൾ ജനിച്ചത് അതിനകത്താണല്ലോ. അതെ. ഫാമിലിയിലാണ്. മാത്രമല്ല എപ്പോഴും രാഷ്ട്രീയക്കാരെയാണ് കാണുന്നത്. എപ്പോഴും എൻ്റെ വീട്ടിൽ പ്രയാസങ്ങൾ എന്ന് പറയുന്ന ആളുകളെയാണ് നമ്മളെന്നും നേരം വെളുത്ത കാണുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. അപ്പോൾ നമ്മളതിൽ തന്നെയാണ്. പിന്നെ അപ്പോൾ കലയും സംസ്കാരവും പഴയ രാഷ്ട്രീയക്കാരെല്ലാവർക്കും നല്ല കലാകാരന്മാരും നല്ല രാഷ്ട്രീയക്കാരുമായിരുന്നു. പക്ഷെ പൊതുവേ ഇങ്ങനെ വളരെ അപൂർവമായിട്ടാണ് പോലുള്ള ഒരാളെ ഇപ്പോഴാണ് അതിനൊക്കെ ഒരു വേർതിരിവുണ്ടായത്. അതെ. ഇപ്പം രാഷ്ട്രീയക്കാർ വേറെ, ആക്ടിവിസ്റ്റുകൾ വേറെ, അല്ലെങ്കിൽ എഴുത്തുകാർ വേറെ എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന പഴയ കാലത്ത് ഇപ്പം നെഹ്റു ആയിക്കോട്ടെ, അബ്ദുൽ കലാം ആസാദ് ആയിക്കോട്ടെ, ഗാന്ധിജി ആയിക്കോട്ടെ, ഇവരൊക്കെ നല്ല എഴുത്തുകാരും നല്ല വായനക്കാരും. അവർക്കാണല്ലോ ഒരു പുതിയ തത്വസംഹിത ഉണ്ടാക്കിയെടുക്കാനൊക്കെ അപ്പോഴല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. നല്ല ചിന്തിക്കുന്നവർക്കും വായിക്കുന്നവർക്കും. ഉറപ്പായിട്ടും. നെഹ്റുവിനെ കുറിച്ചൊക്കെ തന്നെ പറയുന്നത്, നെഹ്റു ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ എഴുത്തുകാരനായി മാറുമായിരുന്നു. ഒരു വലിയ സർഗപ്രതിഭ കൂടിയാണ് വാസ്തവത്തിൽ നെഹ്റു ഒക്കെ. പക്ഷെ പിന്നീടാണ് ഇതിലൊക്കെ മാറ്റം ഉണ്ടായത്. അന്ന് രാഷ്ട്രീയക്കാരൻ തന്നെയാണ് ആക്ടിവിസ്റ്റ്, രാഷ്ട്രീയക്കാരൻ തന്നെയാണ് എഴുത്തുകാരൻ, ഒക്കെ രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. ഇപ്പോഴാണ് അതൊക്കെ മാറിയത് വാസ്തവത്തിൽ.
ഇക്കയുടെ വാപ്പ ഞാൻ കുഞ്ഞാക്കാന്ന് വിളിക്കുക. കുഞ്ഞാക്ക, അദ്ദേഹത്തിനും ഇങ്ങനെ സംഗീതത്തിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു? അദ്ദേഹം പാട്ട് കേൾക്കും. ആണല്ലേ? പാട്ട് കേൾക്കും. അദ്ദേഹത്തിന് പാട്ട് കേൾക്കും. പിന്നെ അതേപോലെ സിനിമ കാണാനൊക്കെ പുള്ളി മുഴുവൻ ഇരുന്ന് കാണൂല. ആണല്ലേ? പിന്നെ എൻ്റെ സിനിമകൾ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയി പ്രിവ്യൂവിന് പിടിച്ചു കൊണ്ടുപോകും. പുള്ളിയുടെയൊക്കെ ഡേറ്റ് നോക്കിയിട്ട് വെക്കും. അപ്പോൾ ഞാൻ വെറുതെ ഒരു നമ്പർ അടിക്കും. കാരണം MT ഒക്കെ വരും. എൻ്റെ 2 പ്രിവ്യൂവിനും MT വാസുവന്നാർ വന്നിരുന്നു. അപ്പോൾ ഞാൻ പറയും MT വാസുവന്നാരൊക്കെ വരുമ്പോൾ നിങ്ങളില്ലെങ്കിൽ വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയെ പറഞ്ഞിട്ട് എന്തായാലും പുള്ളിയുടെ ഡേറ്റ് നോക്കിയിട്ടൊക്കെ നമ്മൾ പ്രിവ്യൂ വെക്കും. അങ്ങനെ എൻ്റെ സിനിമകൾ, എൻ്റെ 4 സിനിമകൾ കണ്ടിട്ടുണ്ട്. ശരി. പിന്നെ ഞാനൊരു പ്രാവശ്യം ഞാൻ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതെ, അത് ഒരു പൊളിറ്റിക്കൽ മൂവിയാണല്ലോ, ഭയങ്കര സെക്ടർ ആണല്ലോ. എന്താണ് പോളണ്ടിനെ കുറിച്ച് പറയുന്നത്? പോളണ്ടോ ക്യൂബ? പോളണ്ടിനെ കുറിച്ച് മിണ്ടിപ്പോകരുത്. അത് ഞാൻ ഒരു പ്രാവശ്യം AK ആൻ്റണിക്കും ഫാദറിനും മുഴുവനായിട്ടിരുന്ന് നിർബന്ധിച്ച് പിടിച്ചിരുത്തി കാണിച്ചു കൊടുത്തു. അവർ ചിരിച്ച് 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 മണ്ണ് കപ്പി സിനിമയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നേരത്തെ ഇക്ക പറഞ്ഞു ഇങ്ങനെ കുട്ടികളെ കണ്ടുപിടിക്കണ കാര്യം, കുട്ടികളുടെ കഴിവുള്ള കുട്ടികളെ കണ്ടുപിടിക്കണ കാര്യം. മധു 2ാം ക്ലാസ് ഒന്ന് പാടി എന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു. അതെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഇപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ എല്ലാ കുട്ടികളും പഠിച്ച് എഞ്ചിനീയർമാരും ഡോക്ടർമാരാവാനും ഒന്നും കഴിയില്ല. വളരെ കോമ്പറ്റീറ്റീവാണ് ഇപ്പോഴത്തെ കാലം. ഡോക്ടർമാരും എഞ്ചിനീയർമാരായാലും തന്നെ അവർക്ക് ജോലി ഇല്ലാണ്ട് നടക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളെ നമ്മൾ പിന്നെ അവരുടെ കഴിവുകൾ കണ്ടെത്താൻ ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല. എന്താ ഉള്ളത്? ഒന്നുമില്ല. 2500-3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു ഡാൻസ് ടീച്ചർ, ഒരു ഡാൻസ് ടീച്ചർ ഉണ്ടായാൽ പിന്നെ അവിടെ പിന്നെ പാട്ട് പഠിപ്പിക്കാൻ ഒരാൾ പാടില്ല എന്നാണ് പുതിയ നിയമം. അങ്ങനെയുണ്ടല്ലേ? ഒരു ആർട്ടിസ്റ്റ് പഠിപ്പിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു വേറൊരു പാടുള്ളൂ. അതാണ് ഇപ്പോഴത്തെ പുതിയ നിയമം. ശരി. അപ്പോൾ ഈ മക്കളെ ഒന്നും അവരുടെ കഴിവുകൾ അത് നമുക്ക് അറിയാൻ ഒരു വഴിയില്ല. ഞാൻ ആലോചിച്ചത് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വിധേയമാക്കി. ഞാനിതൊന്നും ഞാൻ മുനിസിപ്പൽ ചെയർമാനായപ്പോൾ ഞാൻ നിലമ്പൂരിലെ സ്കൂളിൽ ഒന്ന് പരീക്ഷിച്ചത്. അത് നന്നായിട്ട് വിജയിച്ചു. നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വിധേയം കുട്ടികളോട് വെറുതെ ഒരു ചോദ്യം: മൂളിപ്പാട്ട് പാടാറുണ്ടോ? പാട്ടിന് താളം പിടിക്കാറുണ്ട്? വെറുതെ 2 ചോദ്യം. ഈ 2 ചോദ്യം പോസിറ്റീവ് ആണെങ്കിൽ അവന് സംഗീതമായിട്ട് എന്തെങ്കിലും ഒരു, നേരത്തെ മധു പറഞ്ഞ എന്തെങ്കിലും ഒരു സംഭവമുണ്ട്. ഫുട്ബോൾ പന്ത് കളി കാണാറുണ്ടോ? പന്ത് കളിക്കുന്ന ഇഷ്ടമാണോ നമ്മൾ ചോദിക്കുന്നുള്ളൂ. പിന്നെ 3ാമത്തത് നമ്മൾ ചോദിക്കും പന്ത് കളിക്കാൻ സൗകര്യമുണ്ടോ, എവിടെയാണ് കളിക്കുന്നത്, അത്തരം ചില സംഭവം. അങ്ങനെ ഈ പറഞ്ഞ കുട്ടികളുടെ കഴിവുകളെ നമ്മൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വിധേയമാക്കി വളരെ നേരത്തെ തന്നെ അത് കണ്ടെത്തുകയും അവരെ എന്നിട്ട് ആ താല്പര്യമുള്ള കുട്ടികളെ ഒരു ഗ്രൂപ്പാക്കി അവർക്ക് പ്രത്യേകമായ പരിശീലനം കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന നല്ലൊരു ഐഡിയ ആണ് ഒരു സംവിധാനം. ഇപ്പോൾ പഠിക്കാൻ ചിലപ്പോൾ പിന്നോക്കമായിരിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു കഴിവ് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ അവർക്ക് ഒന്നുമില്ലെങ്കിൽ ചില ആളുകളുണ്ടല്ലേ, ഒന്നുമില്ല, ചെറിയ കുട്ടിയാണെങ്കിലോ കയറി ബൾബൊക്കെ മാറ്റി അവൻ സ്ക്രൂ ഡ്രൈവർ എടുത്ത് തിരിച്ച് മെക്കാനിക്കൽ സംഭവം. ചിലവർ മൊബൈൽ ഫോണിൽ. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ വളരെ ചെറുതായിരിക്കും ഞാൻ ഡൽഹിയിലേക്ക് ഞങ്ങളെല്ലാം ഫാമിലി ആയിട്ട് പോവുക. ടിക്കറ്റ് വേണം. അപ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് ഡൽഹി ടിക്കറ്റ് നോക്കി ഞങ്ങൾ 32 ആൾ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോളന്ന് അവളന്ന് 6-7 കണ്ട് പഠിക്കുക. അവൾ കണ്ടുപിടിച്ചു ബാംഗ്ലൂർ വഴി ഈ ഫ്ലൈറ്റ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിലവർ ടെക്നിക്കലി. അപ്പോൾ അത്തരം കുട്ടികളെ നമുക്ക് കണ്ടെത്താൻ, അവരെ കഴിവുകളെ കണ്ടെത്താൻ, അതിനെ നമുക്ക് അവർക്കൊരു സ്പെഷ്യൽ അതിലേക്കുള്ള അത് വളർത്തിക്കൊണ്ടുവരാൻ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുക. അതോടൊപ്പം തന്നെ വളരെ മെറിറ്റോറിയസ് ആയിട്ടുള്ള നന്നായി പഠിക്കുന്ന മെഡിക്കൽ മക്കളുണ്ട്. അവരെ അവർക്ക് ഒരു സിവിൽ സർവീസ് എന്നല്ല, എൻട്രൻസ് പരീക്ഷകളായാലും മറ്റു പരീക്ഷകളാണെങ്കിലും എഴുതാനൊക്കെയുള്ള കൂടുതൽ അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ പറ്റുന്ന പരിശീലനം കൊടുക്കുക. അങ്ങനെ ഒരു സമഗ്രമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ളത്. നല്ലൊരു ഐഡിയയാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് മുനിസിപ്പൽ ചെയർമാനായ സമയത്ത് ഞാനൊന്ന് പരീക്ഷിച്ചത്. പിന്നെ കുറേ മക്കളുണ്ട്, കുറേ പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഞാൻ മുനിസിപ്പൽ ചെയർമാനായ സമയത്ത് പരീക്ഷിച്ചു.
അപ്പോൾ എല്ലാവരും പറഞ്ഞു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കുട്ടികൾക്ക്. ഇപ്പം നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്താ, നമ്മളൊക്കെ ഗ്രാമർ പഠിച്ചു, പാസീവ് വോയിസ്, പ്രസൻറ്റ് ടെൻസൊക്കെ പഠിച്ചിട്ടൊക്കെയാണ് നമ്മൾ വർത്തമാനം പറയാം. അതെ. കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പം മാഷ് പറഞ്ഞു നമുക്ക് ഇംഗ്ലീഷിൽ ജനിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന്, അതെ, അത് സംസാരിച്ചാൽ മാത്രമേ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റൂ. ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഏത് ഭാഷയായാലും അത്ര. അപ്പോൾ അവരെ കൊണ്ടുവന്ന് പരിശീലിപ്പിക്കണം. ഓക്കെ. അപ്പം ഞാൻ പിന്നെ വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടു, ഡയറക്ടറായിട്ടൊക്കെ ബന്ധപ്പെട്ടു. ഞങ്ങളൊരു കാര്യം ചെയ്തു. ഞങ്ങൾ ഒരു വാൻഡേഴ്സ് ലെസ് എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ ഉണ്ട്, ലോകം മുഴുവൻ ഓടുന്ന ഒരു പിന്നെ ടൂറിസം മാഗസിൻ. ശരി. അതിൽ ഞങ്ങളൊരു പരസ്യം കൊടുത്തു, ഗോഡ്സ് ഓൺ കൺട്രി കേരളത്തിൽ, നിലമ്പൂരിൻ്റെ സൗന്ദര്യം, ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച്. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ UK-യിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇവിടെ വന്ന് 6 മാസം പഠിപ്പിക്കുക. കേരളം മുഴുവൻ നമ്മൾ കാണിച്ചു കൊടുക്കും, ഭക്ഷണം കൊടുക്കും, അക്കോമഡേഷൻ കൊടുക്കും. പിന്നെ ഓണററി ഒന്നുമില്ല, ശമ്പളമൊന്നുമില്ല. അത് ശരി. അതിന് താല്പര്യമുള്ളവർ അപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കൊടുത്തു. 247 ആളുകൾ അപേക്ഷിച്ചു. ഞങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു 10-12 ആളുകളാണ് വേണ്ടത്. അങ്ങനെ അവസാനം ഞങ്ങൾ 15 ആളുകളെ സെലക്ട് ചെയ്ത് അവർ വന്ന് 6 മാസം ഇവിടെ താമസിക്കും. അവിടെ നല്ല തണുപ്പുള്ള സമയത്ത് അവരിങ്ങോട്ട് വരും. എന്നിട്ട് അവരിവിടെ ഒരു മാർച്ച് വരെ നിൽക്കും. മാർച്ച് എക്സാം ഒക്കെ ആകുമ്പോഴേക്കും അവർ തിരിച്ചു. എന്നിട്ട് കുട്ടികളെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഭയങ്കര മാറ്റമായിരുന്നു. 5 വർഷം ഞാൻ മുനിസിപ്പൽ ചെയർമാനായ സമയത്ത് 5 വർഷം ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി. ആദ്യമൊക്കെ ഇവർ വന്നപ്പം ഭയങ്കര നമുക്ക് വലിയ ടെൻഷനായിരുന്നു, ഇവരെന്ത് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ചോറ്, നമ്മുടെ ചമ്മന്തി, നാടൻ ഭക്ഷണം. പക്ഷെ അവർക്ക് സ്പൈസസ് അവർക്ക് കഴിയില്ല, ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവർക്ക് അതിനേക്കാൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്ങനെ അതൊക്കെ അവർക്ക് പഠിക്കണം. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര രസമായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് വിപുലപ്പെടുത്താൻ എൻ്റെ എല്ലാ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഈ ഒരു പദ്ധതി വിപുലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. മധുവിൻ്റെയൊക്കെ കാര്യമായ സപ്പോർട്ട് അതിന്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വന്ന് മക്കളോടൊക്കെ പാടാൻ കഴിവില്ല, മക്കളോടൊക്കെ ഒന്ന് സംസാരിച്ചാൽ തന്നെ അവർക്കൊരു ഭയങ്കര എന്താ പറയുക ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ടോപ്പ് സിംഗറിൽ ജഡ്ജായി ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടി പാടാൻ വന്നു, മത്സരിക്കാൻ വന്നു. ആ കുട്ടിയുടെ കൂടെ കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് എത്ര ഏജ്? ആ പയ്യൻ എനിക്ക് തോന്നുന്നതൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഈ വന്നത് അവൻ്റെ നാട്ടിലുള്ള ഒരു അസോസിയേഷൻ, അവരുടെ മറ്റേ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഉണ്ടല്ലോ, റെസിഡൻസ് അസോസിയേഷൻ, അതിൽ പെട്ട ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും പരിചയപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ആ കുട്ടി പറഞ്ഞു ഇവരൊക്കെ ഇങ്ങനെ അസോസിയേഷനുള്ളവരാണ്, ഈ അസോസിയേഷൻ എല്ലാ ആഴ്ചയും ഒരു പ്രോഗ്രാം വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഗെറ്റ് ടുഗദർ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കും അവിടെ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഭാകമ്പം മാറ്റിയെടുക്കാനാണെന്ന്. സ്റ്റേജിൽ പാടുമ്പോൾ ആ ഒരു പേടിയുണ്ടല്ലോ, അത് നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ അവർ മനഃപൂർവ്വം ഇങ്ങനെ എപ്പോഴും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ വയ്ക്കും അവർ ഇതിനു വേണ്ടി. എന്നിട്ട് ഈ കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കും, അവരെ കലകൾ എന്താണെന്ന് വെച്ചാൽ അവതരിപ്പിക്കാനുള്ളൊരു അവസരം കൊടുക്കും. അപ്പോൾ അവർക്ക് ആ സഭാകമ്പം സ്റ്റേജ് ഫിയർ മാറി അവർ കുറച്ചും കൂടി ബോൾഡാവും. അതെ, അതൊക്കെ നല്ല കാര്യം. നന്നായി പാടുന്ന പിള്ളേരുണ്ട് റിയാലിറ്റി ഷോ. പിന്നെ ഈ സീസണിൽ കുറച്ചും കൂടി നല്ല കഴിവുള്ള കുട്ടികൾ വന്നിട്ടുണ്ട്. അതെ. അതിങ്ങനെ ഓരോ സീസൺ കൂടുന്തോറും കഴിഞ്ഞ സീസണിലെ കുട്ടികളെ കണ്ടാണ് പഠിക്കണത്. അപ്പോൾ ആ ഓൾറെഡി മുകളിലേക്ക് വരും. അത് കണ്ടിട്ട് അവർ ഓൾറെഡി ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് വരുന്നത് ഇവിടെ. പിന്നെ നിങ്ങൾ ഭയങ്കര അപ്രിസിയേഷനാണല്ലോ നിങ്ങൾ. അതെ, പിന്നെ കഴിവ് നമ്മളെപ്പോഴും അംഗീകരിക്കണം. നന്നായിട്ട്. ഞാൻ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടി സാറിങ്ങനെ രണ്ടുപേരും എൻ്റെ അടുത്ത് ഇങ്ങനെ അടുത്ത മൂവിയിലേക്ക് ഹീറോ ആയിട്ട് വരാമോ ചോദിക്കുന്നുണ്ട്. കൊന്നുകളയാൻ നിന്നെ, പിന്നെ മുഖം അങ്ങോട്ട് മാറി. അപ്പോൾ ദിവ്യൻ്റെ അടുത്തുണ്ട്, അതിൽ മേത്തൊക്കെ തൊട്ട് അഭിനയിക്കേണ്ട വല്ല സീനുണ്ടോയെന്ന് ചോദിച്ചേ, കെട്ടിപ്പിടിക്കേണ്ട വല്ല സീനൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്.